ദൈവമേ രക്ഷിക്കണേ. കൊറോണയും ലോക്ക്ഡൗണും ക്വാറന്റൈനും എല്ലാം കൂടെ ചേർന്ന് ഒരു 10-25 ദിവസം ഞാൻ കട അടച്ചിട്ട് ഇന്നൊന്ന് തുറന്നതേ ഉള്ളൂ. എല്ലാം ഒന്ന് റെഡിയാക്കി തരണേ ഭഗവാനെ. ചേട്ടാ മുടി വെട്ടുവോ? ഇല്ലടാ, മുടി വെട്ടൂല, മുടി കടിച്ച് പറിക്കും. കട തുറന്നു വെച്ചാണ് കണ്ടു വേടാ. ഇപ്പനൊക്കെ ഒരു പണിയില്ലാതെ കയറി വരും ഓരോന്ന്. വേണോണ്ടാ അണ്ണാ ചേർക്ക എന്തൊക്കെയുണ്ട് വിശേഷം? കുഴപ്പമില്ല. എന്റെ പൊന്നോ, കുറെ നാളായി കണ്ടിട്ട്. കുറെ നാളായിട്ടാ. അണ്ണാ ഞാൻ ഗൾഫിലല്ലായിരുന്ന? ഗൾഫിലായിരുന്ന? ഓ എടാ ചെറുക്ക, നിനക്ക് ഒരു മാറ്റവും ഇല്ല ഏട്ടാ. ഞാൻ ഗൾഫിൽ ജോലിക്ക് പോയതാണ്, അല്ല പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ വേണ്ടിട്ട് പോയതല്ല. എന്തുകൊണ്ട് ചുമ്മാ ഗൾഫുകാരെ കാണാൻ നിർത്തി ഇങ്ങനെയൊക്കെ പറയണത്? കോമഡി കൊണ്ടാണ് വന്നിരിക്കണേ. നീ വെള്ളം ഇട്ടോണ്ട് അവിടെ പോണു? അണ്ണ ഇന്നെ കല്യാണം അല്ലേ അണ്ണ? നിന്റെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നോ? എങ്ങനെ കഴിയാനാണ്? ഞാൻ 1 മാസം മുമ്പേ ലീവിന് വന്ന് ആദ്യത്തെ ഡേറ്റ് എടുത്തപ്പോഴത്തേക്ക് പെണ്ണിന്റെ വീടിന്റെ അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആയി. അത് കഴിഞ്ഞ് വേറെ ഡേറ്റ് എടുത്തപ്പോഴത്തേക്ക് എന്റെ വീടിന്റെ അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആയി. പിന്നെ ഒരു ഡേറ്റ് എടുത്തു, ട്രിപ്പിൾ ലോക്ക്ഡൌൺ, മൊത്തം അങ്ങ് അടച്ചു. ഇപ്പൊ ഒരു ഡേറ്റ് എടുത്തിരിക്കുന്നത് ഇന്നാണ്. ഇന്ന് കല്യാണം കഴിയുന്നു, നാളെ ഞാൻ രാവിലെ ദുബായിക്ക് തിരിച്ചൊക്കെ പോകുന്നു. ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ. സത്യം ഇറങ്ങാൻ ഞാൻ തന്നെ ഭയങ്കര ഗൾഫിലെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ചൂടല്ലേ എണ്ണ? കാരണം ഭയങ്കര ചൂടും കാര്യങ്ങളും എല്ലാം ആയിട്ട് അങ്ങ് നിൽക്കുവാണ്. പക്ഷെ നമുക്കിങ്ങനെ നമ്മൾ മലയാളികളായ എവിടെ പോയാലും നമ്മളങ്ങ് പിടിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും. പക്ഷെ അവിടെ കുറെ മറ്റേ പാകിസ്ഥാനികളുണ്ടെണ്ണ. ഇവന്മാരെന്ന് പറഞ്ഞാൽ ഇവന്മാരെ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവന്മാര് 14-15 ദിവസമൊക്കെയാണ് കുളിക്കാതിരിക്കുന്നത്. നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. എനിക്കൊക്കെ ഒരു 8 ദിവസം ആകുന്നിടത്ത് ദേഹമൊക്കെ അങ്ങ് ചൊറിഞ്ഞു പോകണം. പ്രശ്നമാണോ? ഇതൊക്കെ ശീലമില്ലാത്ത പരിപാടിയാണ്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുതേ. കല്യാണം എന്തായാലും കഴിയാൻ പോകും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. എന്തുകൊണ്ടാ നീ ഇപ്പൊ കല്യാണം കഴിക്കാൻ അവരെന്നൊക്കെ പറഞ്ഞ പക്ഷികളെ പോലെ അവരൊന്ന് കൂട്ടിലിട്ട് വളർത്തരുത്, തുറന്നു വിടണം. അവർ പറക്കട്ടടാ. അവര് പറക്കട്ടെ. അല്ല, അണ്ണന്റെ കല്യാണം കഴിഞ്ഞ അണ്ണനൊരു പക്ഷി ഉണ്ടായിരുന്നല്ലോ. എന്റെ പക്ഷിനെ ഞാൻ തുറന്നു വിട്ടു. ഇതുകൊണ്ട് തുറന്നു വിട്ടതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ദേശാടന പക്ഷിയായിരുന്നു. ഏതോ വയലിൽ പോയി തിന്നെ തിന്നിരിക്കുന്നു. മോഡൽ എന്ന് പറയുന്നത് കല്യാണമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ഇത് വേണം. നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാം. നമുക്ക് മിലിറ്ററി അടിച്ചാലോ? സംഭവം താലി കെട്ടാൻ നേരത്ത് കൈവറക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്ന അണ്ണ ഒരു കാര്യം ചെയ്യും, കുപ്പിയും ഗ്ലാസും സാധനം എടുത്തു പോയി ഞാൻ പോയി ടച്ചിങ്സ് വാങ്ങിച്ചോണ്ട് വരാം. മിലിറ്ററി അടിക്കണ കാര്യമല്ല പറഞ്ഞത്, മിലിറ്ററി കട്ടിന്റെ കാര്യം പറഞ്ഞു. അണ്ണാ ഞാൻ കല്യാണം കഴിക്കാൻ പോകണം, അല്ലെ യുദ്ധത്തിന് പോകല്ല മിലിറ്ററി കട്ടും വെട്ടിക്കൊണ്ട്. അല്ല, രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെ. അന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? അതൊന്നും വേണ്ട, വേറെ ഏതെങ്കിലും നല്ലൊരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പുതിയൊരു അടിപൊളി മോഡലുണ്ട്. എന്തുവാ? പൊടിക്കറാപ്പാ? അന്ന് വെച്ചാ എടാ ചെറുക്ക, നീ പണ്ട് ഇവിടെ അമ്മയൊക്കെ വരുമ്പോഴത്തേക്ക് മാമാട്ടിക്കുട്ടിയമ്മ അടിച്ചു കൊടുക്കില്ല കൊച്ചായിരുന്നപ്പോഴത്തേക്ക്? അതേപോലെ സെറ്റാക്കി വിടാ. നിങ്ങൾ എന്തുവാണ് ഈ പറയുന്നത്? അന്ന് അന്ന് തന്നെ എന്നെ അമ്മ ഇങ്ങോട്ട് പറ്റിച്ച് വിളിച്ചോണ്ട് വന്നിട്ട് നേരെ മുടി വെട്ടി വീട്ടിൽ ചെല്ലാൻ നേരത്തെ ഒരുമാതിരി മണ്ടനെ കൂട്ടിരി. നീ ഇപ്പൊ അതുപോലെ തന്നെ അണ്ണ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും നല്ല സ്റ്റൈൽ ഉണ്ടെങ്കിൽ പറ. കല്യാണമാണ്. പിന്നെ വേറെ മോഡൽ പറഞ്ഞാലടാ, നമുക്ക് ഒരു സ്റ്റെപ്പ് അടിച്ചാലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമാറ്റിക്കിന്റെ ഒരു പാട്ട് ഞാൻ ഇട്ട് തരാം. നിങ്ങൾ സ്റ്റെപ്പോ പൊടിപൊടി എന്താന്ന് വെച്ചു. ഡാൻസിന്റെ കാര്യമല്ല പറഞ്ഞത്, പിന്നെ ഈ മുടിയിൽ ഇങ്ങനെ സ്റ്റെപ്പ് വെട്ടി അങ്ങനെ പോകുന്ന. അണ്ണാ ഞാൻ പറഞ്ഞല്ലോ, കല്യാണമാണ്, സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. നമുക്ക് അല്ലാതെയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കട്ടാണ് വേണം. വെറൈറ്റി വേണം. മുടി കത്തിക്കുന്ന ഒരു സംഭവം. മുടി കത്തിക്കാനാ? മുടി ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സാധനം. ഓ, ഇപ്പൊ മറ്റേ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ മറ്റേ മുടി കത്തിക്കുന്നവര്. അണ്ണാ അത് കൊള്ളാണ്ണ. അണ്ണ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ ചെയ്തില്ല, നിർത്തി. അത് സിനിമാറ്റിക് ഡാൻസ് പയ്യന്മാരുടെ വന്നത്. ഞാൻ വന്ന് മുടിയെന്ന് പറഞ്ഞ കച്ചരി മുടിയല്ല. ഞാൻ എന്ന് പറഞ്ഞ സ്പ്രേ ഉണ്ട്, സ്പ്രേ ഉണ്ട്, അത് മാറിപ്പോയി. അടിച്ചത് സാനിറ്റൈസർ ആയി. അയ്യോ, ഒരു ആന്തലല്ലേ ഇരുന്ന കത്തിപ്പോയ കട കംപ്ലീറ്റ് കത്തിയില്ല. അയ്യോ, അപ്പൊ ഇത് ബ്ലാക്ക് പെയിന്റ് അടിച്ചു വെച്ചല്ലേ? കട കത്തിയതല്ലേ? ഞാൻ വിചാരിച്ചു കടക്ക് ഇങ്ങനെ പെയിന്റ് അടിച്ചു വെച്ചേക്കുവായിരുന്നു. എന്ത് വെട്ടിയായിരുന്നോ? പിന്നെ അവന്റെ ചേട്ടന്മാരൊന്ന് 3-4 വെട്ടി മുതുകത്ത് വെട്ടി ഒരു 1.5 മാസം ഞാൻ ആണോ. പിന്നെ അതിനുശേഷം ഞാൻ ഒരു കാര്യം പഠിച്ചത്. അതാ ഈ സാധനം ഞാൻ പഠിച്ചു. വേണമെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാം. വേണ്ട വേണ്ട, അല്ല തീട്ട് വല്ലുള്ള പരിപാടിയല്ല, അത് വേണ്ട. നമുക്കത് വേണ്ട. വേറെ എന്തെങ്കിലും ഒരു നല്ല ഇതായിട്ട് നല്ല ഒരു ഇതൊക്കെ ചെയ്യും. മസാല ഇക്കിളിയാകുന്ന കല്യാണം കഴിക്കണം. ഇതിപ്പോ ഈ തലയിൽ ഇങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ നേരത്തെ ഒരു ഇക്കിളി വരുന്നത് എനിക്ക്. പതുക്കെ എന്തുകൊണ്ട് ഇത് ഇക്കിളിയാവുന്നു? പിന്നെ ഇക്കിളി വരത്തില്ല. പിന്നെ ഇങ്ങനെ തലയിലൊക്കെ കയറി പിടിച്ച് നമുക്ക് പെട്ടെന്ന് ഇക്കിളി വരും. ചുമ്മാ പോകണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാം. സംശയങ്ങളൊക്കെ ഇത് ആർക്കും സംശയം ഉണ്ടോന്ന് ചോദിച്ചാൽ ചെറിയൊരു സംശയം ഉണ്ട്. പക്ഷെ അത് അണ്ണനോട് ചോദിച്ച കാരണം അണ്ണ എന്റെ ചിറ്റപ്പൻ്റെ കൂടെ പഠിച്ചാണ്.
അപ്പൊ പിന്നെ അണ്ണൻ്റെ അടുക്കൽ ഇത്ര നാളായിട്ട് എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെന്നൊക്കെ ഉള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ശരിയാത്തില്ല. അണ്ണനോട് ആ സംശയം ചോദിച്ചാൽ ശരിയാത്തില്ല. അതൊന്നും പ്രശ്നമൊന്നുമല്ല. അതൊക്കെ എന്തോ നീ എന്റെ അടുത്തല്ല പിന്നെ നാട്ടുകാരാണ്. അണ്ണാ സംഭവം എന്ന് പറഞ്ഞാലേ എനിക്ക് ഈ ആദിരാത്രിയെ കുറിച്ച് ചെറിയൊരു സംശയമുണ്ട്. എന്തിനാണ് നിങ്ങൾ കട കിടക്കുന്നത്? നിങ്ങളുടെ ഉദ്ദേശം വേറെന്തോ കേട്ടാ? പിന്നെ ഇല്ല, ഡൗട്ട് ഉണ്ട്. പക്ഷെ അണ്ണ വേറൊരു കാര്യമുണ്ട്. ഇത് നാട്ടുകാർ ആരും അറിയരുത്. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാണ്. അണ്ണ ഒരു മനുഷ്യനോട് പറയല്ലേ അണ്ണ. അപ്പൊ നമ്മൾ ഈ കല്യാണം അങ്ങ് കഴിയുമല്ലോ. കല്യാണം കഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ വരും. വൈകിട്ട് ആഹാരം കഴിക്കും. ഈ ആഹാരമൊക്കെ കഴിച്ചിട്ട് രാത്രിയാകുന്ന നേരത്ത് ഞാനും പെണ്ണും കൂടെ നേരെ റൂമിനകത്തോട്ട് ചെന്ന് വേണ്ടണ്ണ, ശരിയാവില്ല. അത് പറഞ്ഞ് ശരി. ഇല്ല ഇല്ല ഇല്ല, നാണക്കേടാണ്. അത് ശരിയാവില്ല. അണ്ണാ ഇതിപ്പോ കളിയാക്കല്ലേ എന്നെ. അങ്ങനെ ഈ ആദ്യരാത്രി റൂമിനകത്തോട്ട് ചെന്ന് കയറി റൂം അങ്ങ് കുറ്റിയിടുമല്ലോ. അപ്പൊ പെണ്ണ് നേരെ അകത്തോട്ട് കയറി വന്ന് നേരെ ഞാൻ ചെന്ന് കട്ടിലേലിരിക്കും. കട്ടിലേലിരിക്കുമ്പോൾ അവളും വന്ന് എൻ്റെ കൂടെ നേരെ കട്ടിലോട്ട് അങ്ങ് കയറിയിരിക്കും. കയറിയിരുന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയല്ലേ, പെട്ടെന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ നമ്മളിങ്ങനെ തൊടുവല്ലോ. എന്താണ് എന്തായിപ്പോയത്? നിങ്ങളങ്ങോട്ട് മാറിയത് ഞാൻ പറഞ്ഞോളാം കാര്യം. അപ്പൊ അങ്ങനെ നമ്മൾ കയറി ഇരിക്കുമല്ലോ അണ്ണ. അങ്ങനെ ഇരുന്ന് കഴിയാൻ നേരത്ത് പറയല്ലേ അണ്ണ, നാണക്കേട് ചമ്മലെന്ന് പറഞ്ഞ് ഇതിനപ്പുറം ചമ്മല് വേറെ ഇല്ല. അങ്ങനെ ഈ പെണ്ണ് ഈ ഗ്ലാസ് മറ്റേ പാലുമായിട്ട് വരുമല്ലോ. അപ്പൊ ഈ പാല് പിന്നെ ആദ്യം ഞാൻ കുടിക്കണം അവള് കുടിക്കണം? അതായിരുന്നു സംശയം. അതായത് ഈ പാല് ആദ്യം ഞാൻ കുടിക്കണോ അവള് കുടിക്കണോ? കാരണം തെറ്റിച്ച് ഞാനെടുത്ത് ആദ്യം കുടിച്ചിട്ട് അവളാണ് ആദ്യം കുടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ചമ്മു. ഒരു കാര്യം, നീ കല്യാണം കഴിക്കണ്ട. നീ വീട്ടില് പാല് കുടിച്ചാൽ അന്ന ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ല. ആദ്യത്തെ കല്യാണമാണ്. എന്തിനാ സണ്ണി ലിയോന്റെ ഫോട്ടോ എന്നെ കാണിച്ചത്? ഇതൊക്കെ കാണിച്ചാൽ നിന്റെയൊക്കെ മുടിയൊക്കെ പോകും. കറക്റ്റായിട്ട് വെട്ടണത്, കറക്റ്റായിട്ട് വെട്ടണേ. കാരണം അവിടെ ചെന്ന് നിൽക്കുന്ന പെണ്ണ് ഒറ്റ നോട്ടത്തിൽ അങ്ങ് വീഴണം. ചേട്ടാ ചേട്ടാ ചേട്ടാ, അതെ ഈ കൊടുത്താളിപ്പറമ്പിൽ ഡേവിസിനെ അറിയോ? അടുത്ത കൂട്ടുകാരല്ലേ? അയ്യോ, ഞാൻ ഇവരോട് ഇന്നലെ നമ്മൾ ഒരുമിച്ച് വെള്ളം ഒരു സാധനം എടുത്ത് ഞാൻ ഇവരോട് അടിച്ച് അച്ചാറൊക്കെ തേച്ചു. അത്രയും കമ്പനി ഞാൻ ഇവരോട് കെട്ടിപ്പിടിച്ചോടെ കിടന്നു. എന്റെ കൂട്ടുകാരനാ. ചേട്ടാ പുള്ളി പോസിറ്റീവാണ്. പോസിറ്റീവാ? വീട്ടിൽ കിടക്കട്ടെ. അവന്റെ പെണ്ണുമ്പോ കൂടുതലാണ് വീട്ടിൽ അടക്കുന്നത്. ഇങ്ങനെ കട അടയ്ക്കല്ലേ? കട അടയ്ക്കല്ലേന്ന് ചേട്ടൻ ഡേവിസിന്റെ സമ്പർക്കത്തിലുള്ള ആളല്ലേ ചേട്ടൻ? ഇന്നലെ ഒരുമിച്ച് വെള്ളം അടിച്ചു, അച്ചാറ് നാക്കിൽ തൊട്ട് കൊടുത്തു എന്നൊക്കെയല്ലേ പറഞ്ഞേ? പറഞ്ഞെങ്കിലും നമ്മൾ വലിയ ഇതിലൊന്നും അല്ലായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് എങ്ങനെ ഇതങ്ങനെ നടക്കൂലോ. ഇത് കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കട അടയ്ക്കേണ്ടി വരും. നിങ്ങൾ എന്തൊരു മനുഷ്യനാണോ? ഒരുമിച്ചിരുന്ന് വെള്ളം അടിച്ച് അച്ചാറ് തേച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക, അങ്ങ് പോവുക. ഒരു കാര്യം ചെയ്യട്ടെ, അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങും. അല്ല, ഞാൻ പോകുന്ന എന്റെ കല്യാണമായിരുന്നു ഇന്ന്. എടോ, ഈ ഡേവിസിന്റെ സമ്പർക്ക പട്ടികയിലുള്ള ആളാണ് ഇയാള്. അതുകൊണ്ട് ഇയാളുടെ സമ്പർക്ക പട്ടികയിലുള്ള ആളാണ് താൻ. അയ്യോ, അത് പറഞ്ഞാൽ പറ്റത്തില്ല. ഇന്നെന്റെ കല്യാണം, എനിക്കിന്ന് പോയേ പറ്റത്തുള്ളൂ. കല്യാണമാണെങ്കിലും 16 അടിയന്തരമാണെങ്കിലും 14 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെ പോയത് എങ്ങനെ ശരി? ഇന്നെന്റെ കല്യാണമല്ലേ, എനിക്ക് കല്യാണത്തിന് പോണ്ടേ? ഇരിപ്പുണ്ട്. വീട്ടിൽ പോയി